പടിയൂർ കല്യാട് പഞ്ചായത്തിലെ പെരുമണ്ണിനെയും മട്ടന്നൂർ നഗരസഭയിലെ പൊറോറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടവിലെ യാത്രാ ദുരിതത്തിന് ഇതുവരെയും അറുതിയായില്ല. പതിറ്റാണ്ടുകളായുള്ള പ്രദേശവാസികളുടെ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തതാണ് ദുരിതത്തിന് ഇടയാക്കുന്നത്. മട്ടന്നൂർ നഗരസഭയിലെ പൊറോറ, പെരിയച്ചൂർ, കരിത്തൂർ പറമ്പ് നിവാസികളാണ് യാത്രാ ദുരിതം ഏറെയും അനുഭവിക്കുന്നത്. വേനലിലും വർഷകാലത്തും കടത്തുതോണിയെ മാത്രം ആശ്രയിച്ച് അക്കരെ ഇക്കരെ യാത്ര ചെയ്യുന്നവരാണ് പൊറോറ നിവാസികൾ. എന്നാൽ വർഷകാലത്ത് പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് നിറഞ്ഞു കവിയുന്നതോടെ കടത്തുതോണി ഇല്ലാത്ത അവസ്ഥ സ്ഥിരം പതിവാണ്. പുഴക്കടവിലെ ആഴക്കൂടുതലും ഒഴുക്കും കാരണം തോണി അപകടത്തിൽപ്പെട്ട സംഭവങ്ങളും ഇല്ലാതില്ല. സ്കൂൾ കുട്ടികളാണ് ഏറെയും ദുരിതം അനുഭവിക്കുന്നത്. ഇരിക്കൂറിലെയും പടിയൂർ, ശ്രീകണ്ഠപുരം, കല്യാട്, പട്ടാനൂർ, തളിപ്പറമ്പ്, ചെമ്പേരി പ്രദേശങ്ങളിലെ സ്കൂൾ, ഹയർ സെക്കൻഡറികൾ, കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ടെക്നിക്കൽ സ്ഥാപനങ്ങളിലെത്തുന്ന കുട്ടികളുടെ പുഴ കടന്നുള്ള ഈ സാഹസം കഷ്ടത നിറഞ്ഞതാണ്. കൂടാതെ തളിപ്പറമ്പ്, ഇരട്ടി, തലശ്ശേരി താലൂക്കുകളെയും ഇരിക്കൂർ, മട്ടന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ അസംബ്ലി മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കടവ്. കലാലയങ്ങൾ തുറക്കുന്നത് മഴക്കാലത്താവുന്നതിനാൽ വളപട്ടണം പുഴയിൽ വെള്ളം കൂടുതൽ കയറുകയും ചെയ്യാറുണ്ട്. പ്രസിദ്ധമായ പെരുമണ്ണ് മീനൂട്ട് കേന്ദ്രവും ഇവിടെ തന്നെയാണ്. പെരുമണ്ണ് പൊറോറ കടവ്, തോണിക്കടവ് വർഷങ്ങൾ എത്രയായി എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഇവിടെ താമസിക്കുന്നവരുടെ ഓർമ്മ വെച്ച കാലം മുതൽ തോണിക്കടവായിരുന്നു. ഒരുപാട് കുട്ടികൾ പൊറോറ ആ ഭാഗത്തു നിന്ന് ഇരിക്കൂർ സ്കൂളിലായിരുന്നു പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അവരൊക്കെ തോണിയെ ആശ്രയിച്ചാണ് ഒരുപാട് ആൾക്കാർ എല്ലാ ഇക്കരെ കിടക്കണ്ട, അതായത് പെരുമണ്ണ് ഇരട്ടി ഭാഗത്തേക്ക് ഇരിക്കൂർ ഭാഗത്തേക്ക് പോകേണ്ടവർ മുഴുവനും തോണി കടന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തോണി അത്ര നല്ല നിലയിലല്ല ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചങ്ങാടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 30-ആം തീയതി വെള്ളിയാഴ്ച ചങ്ങാടം ഓപ്പണാക്കാൻ നാട്ടുകാർ തയ്യാറായിരിക്കുകയാണ്. ഇവിടെ എത്രയോ കാലങ്ങളായി ഈ പാലം ആവശ്യപ്പെട്ടിട്ട് മെമ്പർമാർക്കും പഞ്ചായത്ത്, അതായത് MLAക്കും MP മാർക്കും ഒരുപാട് നിവേദനങ്ങൾ നാട്ടിലുള്ളവർ സമർപ്പിച്ചിരുന്നു. ഇതുവരെ ആ പാലമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇപ്പോൾ കുറച്ചായിട്ട് വീണ്ടും അത് സജീവമായിട്ട് വലിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയായിട്ട് അക്കരെയും ഇക്കരെയും ഉള്ളവർ, അതായത് പെരുമണ്ണും പൊറോറയുള്ളവർ ഒക്കെ സഹകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള ആൾക്ക് ഈ പാലം അനുവദിച്ച് കിട്ടണമെന്ന് ആണ് ഞങ്ങളുടെ ഓരോരാളുടെയും ആഗ്രഹവും അത് ആവശ്യവും.